നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,495ാമത്തെ ദിവസമാണ്. മലയാളത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 കന്നിമാസം 26-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിനമാസം 20-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. ഇത് കൃഷ്ണപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. ഉച്ചയ്ക്ക് 2:17 വരെയുള്ള സമയത്താണ് ഷഷ്ഠി തിഥി വരുന്നത്. തുടർന്ന് സപ്തമിയാണ്. നക്ഷത്രം വരുന്നത് മകയിരം നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 1:36 വരെയുള്ള സമയത്ത് ആണ് ഈ മകയിരം നക്ഷത്രമുള്ളത്. തുടർന്ന് തിരുവാതിര നക്ഷത്രമാണ്. കരണം വരുന്നത് പശുകരണമാണ്. 2:17 വരെയുള്ള ഉച്ചയ്ക്ക് 2:17 വരെയുള്ള സമയത്താണ് പശുകരണമുള്ളത്. നിത്യയോഗം വരിയാൻ നാമ നിത്യയോഗമാണ്. രാവിലെ 10:54 വരെയുള്ള സമയത്താണ് വരിയാൻ നാമ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല ചിത്തിര ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായന കാലമാണ്. ദിവസം ഞായർ. സൂര്യൻ്റെ കാലഹരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:05 ഉള്ളപ്പോൾ അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 49 39 മധ്യകേരളത്തിലേതാണ് ഉദയാസമയങ്ങളും ദിനമാനം, അതായത് പകലിൻ്റെ ദൈർഘ്യവും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം തെക്കോട്ടും വടക്കോട്ടും പോകും തോറും ഇതിന് ഉണ്ടാകുന്നതാണ്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് വൈകിട്ട് 4:36 മുതൽക്ക് 6:05 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 3:07 തുടങ്ങി 4:36 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് 12:10 തുടങ്ങി 1:39 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:46 തുടങ്ങി 12:08 വരേക്കും. തുറന്ന മധ്യത്തിലെ 4 മിനിറ്റ് സന്ധ്യയാകയാൽ വർജിച്ചിട്ട് 12:12 മുതൽക്ക് 12:34 വരെയാണ്. 11:46 മുതൽക്ക് 12:34 വരെയാണ് അഭിജിത് മുഹൂർത്തം. ഈ മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ഒരു ശുഭ മുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് വൃശ്ചികക്കൂറുകാർക്കാണ്. വിശാഖം കാല്, അതായത് അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ഉദയത്തിന് വരുന്ന നാൾ മകയിരം നാളാണ്. വിവാഹം, യാത്ര, അതുപോലെ പ്രതിഷ്ഠാദി കാര്യങ്ങൾ, വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾക്കൊക്കെ മകയിരം നക്ഷത്രം അനുകൂലമായിട്ടുള്ളതാണ്. തിഥി വരുന്നത് ഷഷ്ഠി തിഥിയാണ്. അസ്ത്ര സമ്പാദനം അഥവാ യുദ്ധാരംഭം, നൂതനമായിട്ടുള്ള ഭൂഷണം, വ്രതം, അതുപോലെ ശില്പം, ആഭരണം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും ഇന്ന് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.